അടിപൊളിയായി. എന്തായാലും ഇന്റർവ്യൂ സംസാരിച്ചതിൽ കണക്കില്ല. സംസാരിച്ചു. പക്ഷെ ഇത് നമ്മള് ക്യാമറയിലാണ് സംസാരിച്ച എനിക്കൊരു പിടുത്തം. നമ്മള് പിന്നെ വെറുതെ മറന്നുപോയി. അല്ല, ഞങ്ങളുടെ ഇമോഷൻസും ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളെ ഒരു എന്താ പറയാ, പിന്നെ ഈ സംഭവങ്ങള് പ്രൊഫഷണൽ ആയിണ്ടാവില്ല. ഇത് ഞങ്ങള് മറന്നുപോയി. നമ്മളെ നോർമൽ ടോക്ക് അതില് പോയിട്ട് ഇന്റർവ്യൂ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നോർമലായിട്ട് സംസാരിച്ചിട്ടാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് മൊത്തം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതൊക്കെ നോക്കിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോഴത്തേന് എന്റെ കുറെ വർക്കുകൾ പെൻഡിങ് ആവും. ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ ഇത് ഇതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇതിൽ കുറെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാരും അത് ക്ഷമിക്കുക. ഇത് ആദ്യം തന്നെ ഞാൻ ഫസ്റ്റ് ഈ പോർഷൻ ആയിരിക്കും ഞാൻ ആദ്യം ഇടാം. തെറ്റുകളൊക്കെ നിങ്ങൾ കുറെ നിങ്ങൾ റോ ആയിട്ടേ ഇടുള്ളൂ. റോ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തമ്മിലുള്ള സംസാരം എന്താണോ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. താല്പര്യമുള്ളവർ മാത്രം കേൾക്കുക. ഹാപ്പി ആയിട്ട് കേൾക്കാൻ നോക്കുക. ഇത് നല്ല ഞങ്ങളെ കുറച്ച് നിമിഷങ്ങളാണ്. നമ്മളെ പഴയ കാര്യങ്ങളും നമ്മളെ എന്താ പറയുക ഇമോഷൻസും നമ്മുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. നിന്റെ ലൈഫൊക്കെ എങ്ങനെ പോകും? ലൈഫ് ഇപ്പം എന്തായാലും അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എങ്ങനെ അടിപൊളി? അടിപൊളി പറഞ്ഞാല് ഒരു കുറച്ച് ഇതിൽ കൂടെ പോയിരുന്ന സംഭവം ഇപ്പോൾ നൈസായിട്ട് ഇങ്ങനെ പോകുന്നു. അതായത് മുന്നേ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ലൈഫ്? ബുദ്ധിമുട്ട് പറഞ്ഞാല് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും മനസ്സിന് ചെറിയ ഇതിൽ കൂടെ ഇപ്പൊ നല്ലൊരു മനസ്സ് നന്നായിട്ട് പോകുന്നു. ഇപ്പൊ നീ ഹാപ്പിയാണോ? ഇപ്പൊ ഹാപ്പിയാണ്, സന്തോഷമായിട്ട് പോകുന്നു നിന്റെ ലൈഫ്? സന്തോഷമായി പോകുന്നു. പുറമെ നമ്മ സന്തോഷമായിട്ട് പോകുന്നു. അപ്പൊ നീ പ്ലാൻ ചെയ്ത പോലെയൊക്കെയാണ് നിന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പ്ലാൻ ചെയ്തത് പോലെ അങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ലൈഫ് അങ്ങനെ പ്ലാൻ ചെയ്യാനുള്ള സംഭവങ്ങൾ നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ല. ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ പ്ലാൻ ചെയ്യാതെ വരുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അതിലേക്ക് പോകണം എന്ന് വിചാരിക്കും. നമുക്ക് നമ്മളെ സാഹചര്യങ്ങളും ആഗ്രഹങ്ങൾ ഇപ്പം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, നിനക്ക് ആഗ്രഹങ്ങളുണ്ട്, എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതുപോലെ എല്ലാവർക്കും എത്തിപ്പെടണമെന്നില്ല. പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു? കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതും പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുന്നതൊക്കെയാണ് ലൈഫ്. ഒരിക്കലും നമ്മൾ ചിലപ്പം എനിക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ അവരെത്തിപ്പെട്ടിട്ടുണ്ടാവും. അപ്പം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ? നീ ഇപ്പം ബിസിനസ്മാൻ ആവേണ്ട ടൈം ആയല്ലോ, വലിയ ആളാവേണ്ട ടൈം ആയല്ലോ, എന്തുകൊണ്ട് നീ ഇപ്പം ആ ലെവലിലോട്ട് എത്തില്ല? ഈ പടച്ചോൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഒരേപോലെ സക്സസ് കൊടുക്കില്ല. ചില ആൾക്കാർക്ക് അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടും അവർ ചെയ്ത ചിലപ്പം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാരണം അവർക്ക് ചിലപ്പോൾ സക്സസ് കൊടുക്കും. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണമെന്നില്ല. എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പടച്ചോൻ എന്തിനാ? പക്ഷെ എനിക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹാപ്പിനെസ് ചിലപ്പം പടച്ചോൻ ഇങ്ങനെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ എനിക്ക് കൂടുതൽ പൈസ തന്നാൽ ഞാൻ വേറെ മോശമായിട്ടുള്ള അവസ്ഥയിൽ പോവാം. ചിലപ്പം ലോ ലെവലിലും അല്ല, എന്നെ മൊത്തത്തിൽ ലോ ലെവലും ആക്കിയിട്ടില്ല. നല്ലൊരു നോർമൽ ലൈഫ്, ഹാപ്പിയാണ് ഞാൻ അതിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നതാണ്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കാശ് തന്നു കഴിഞ്ഞാൽ ഞാൻ വേറെ രീതിക്ക് പോയിരിക്കാം. പക്ഷേ പല ആൾക്കാരും ചോദിക്കും, നീ ഇങ്ങനെ അല്ലല്ലോ, നിന്റെ ടൈം കഴിഞ്ഞല്ലോ എന്ന് ചോദിക്കും. പക്ഷെ അത് ഒറ്റ സിറ്റുവേഷൻ. നിന്റെ അവസ്ഥ എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ചോദിച്ചത് നീ വഴിതെറ്റിപ്പോയി. നിന്റെ പ്ലാൻ ഇനിയുള്ള പ്ലാനിങ് ആണ്. അല്ലല്ല, പ്ലാൻ നീ വിചാരിച്ച പോലെയാണ്. നിന്റെ പ്ലാൻ എന്തായിരുന്നു ലൈഫിൽ? എന്താവാനായിരുന്നു എൻ്റെ ആ പ്ലാൻ പറഞ്ഞാൽ എനിക്കൊരു നല്ല ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്നാണ് ആഗ്രഹം. ഞാൻ കണ്ടിട്ടുണ്ട് ക്രിക്കറ്റ് കളി, അതുപോലെ നിന്റെ ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം. ഇതൊക്കെ ഞാൻ മുന്നേ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, അതുപോലെ നീ ക്രിക്കറ്റ് മാച്ച് അജ്മാനില്, ഷാർജയില് അവിടെ ഉണ്ട് പറഞ്ഞിട്ട് നീ പോവാറുണ്ട്. ചെറുപ്പം മുതലുള്ള ആഗ്രഹം. ചെറുപ്പം എൻ്റെ ഓർമ്മയിൽ ഞാൻ കളിക്കണത് പറഞ്ഞത് ക്രിക്കറ്റ് തന്നെ ആണ്. ഞങ്ങളെ നാട്ടിൽ ചെറിയ പാടത്തും ആ പറമ്പിൽ തന്നെ എപ്പോൾ നോക്കിലും. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിൽ പറഞ്ഞാൽ ഞാൻ വേറെ ലെവലാണ് പഠിപ്പില് വേറെ ലെവല്. അതായത് ലെവല് അടിയിൽ താഴ്ന്ന് ഫുൾ A+. അപ്പൊ പഠിപ്പിലൂടെ നമ്മള് ആ പരിസരത്തേക്ക് ഞാൻ എക്സാമിന്റെ ഇടയ്ക്കാണ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്. പ്രശ്നമല്ല, ഒരുവിധം ഒരു 80% ആൺകുട്ടികളുടെ പ്രശ്നമാണ്. അവര് പഠിപ്പില് വളരെ പക്ഷെ ഇപ്പത്തെ കാരണം ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിലും എനിക്ക് സ്പോർട്സിനോടായിരുന്നു ഭയങ്കര താല്പര്യം. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് സ്പോർട്സിൽ ഫസ്റ്റ് ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട് ഫസ്റ്റും സെക്കൻഡൊക്കെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നത് കൊണ്ട്
അവർക്ക് അതിനുള്ള താല്പര്യം കുറഞ്ഞു. താല്പര്യം കുറഞ്ഞു. ഇവർ പഠിക്കുന്നില്ല, ഫുള്ള് സ്പോർട്സ് മാത്രമായി. അതുകൊണ്ട് സ്പോർട്സിൽ ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര താല്പര്യമാണ് സ്പോർട്സിനോട്. കാരണം പഠിക്കാൻ താല്പര്യം കുറഞ്ഞതുകൊണ്ട് ക്ലാസ് എങ്ങനെ കട്ട് ചെയ്യണം എന്ന് മാത്രമേ ആ ഒരു ചിന്ത തന്നെ നമ്മൾക്ക് സെയിം തന്നെ. സ്കൂളിൽ പോണത് എന്തിനാണ്? ഒരു ഡ്രില്ല് പറഞ്ഞൊരു പീരീഡ്. സത്യം. അത് മാത്രല്ല, വിറ്റതല്ല. ഞാന് നല്ല ഡെന്നി മാഷിനെ കാണുമ്പോ നമുക്ക് മനസ്സിലൊരു എനിക്ക് സത്യം പറഞ്ഞ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് മലയാളം ഇപ്പോഴും കേൾക്കണ പേടിയാ. ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ ലാംഗ്വേജ് എന്റെ തലയിൽ കയറില്ല. അപ്പം ഞാന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചെറുപ്പത്തിൽ തീരെ പഠിക്കില്ല. 3ാം ക്ലാസ്സിൽ ഇപ്പം എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും എവരിബഡി സേസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, പോയം. ആ പോയം 2 വർഷം ഞാൻ പഠിച്ചിട്ട്. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ വരുമ്പോ ആ ടൈമിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ഹോംവർക്കിന്റെ ടൈമില് ചിലപ്പം സെക്കൻഡ് ലാസ്റ്റ് പീരീഡ് ഒക്കെ ആയിരിക്കും. ആ ടൈമിൽ നമ്മൾ വിചാരിക്കും അപ്പോഴായിരിക്കും വരുന്നത് എന്താണ്, സ്പോർട്സിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് പ്രാക്ടീസ് ഉണ്ട്, അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്താം. പക്ഷെ നമ്മളെ സാഹചര്യങ്ങൾ ഞങ്ങളെ ഫാമിലി സ്പോർട്സിനെ ഭയങ്കര വീട്ടിൽ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഇക്ക നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പിന്നെ അതുപോലെ ആള് കരാട്ടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല. എൻ്റെ മൂത്തൊക്കെ ഞങ്ങള് ഫാമിലി, ഞങ്ങൾ 4 ആൾക്കാരാണ്. അതിൽ ഏറ്റവും അവസാനത്തത് ഞാൻ. അവർക്കൊരു അബദ്ധം പറ്റിയത് എന്താണെന്ന് അറിയില്ല, അവസാനം ഞാൻ തന്നെയാണ്. പക്ഷെ എൻ്റെ ഇക്കാക്കും എൻ്റെ പെങ്ങന്മാർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞ അത്ര ജീവനാണ്. എനിക്ക് എൻ്റെ ഇമ്പോർട്ടൻ്റ് എന്നും ലൈഫിൽ എൻ്റെ ഫാമിലി തന്നെയാണ്. എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങള്, എൻ്റെ 2 ഇക്കാമാര്, അവരെ ഫാമിലി, അവരെ കൂടെയുള്ള ഓരോ ദിവസവും ഓരോ മൂമെൻറ്റും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ആ ഒരു കാരണം അവരെ ഫാമിലി അതുള്ള കാരണമാണ് ഇപ്പോഴും ഞാൻ ഹാപ്പി ആയിട്ട് പോണത്. ഇപ്പം ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളതും ഇവിടെ നിൽക്കുന്നതും ഇതൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ്. ഈ ഒരു നല്ല ഫാമിലി ഉള്ള കാരണം ഞാൻ വേറെ മോശം ഇതിലേക്ക് ഇതുവരെ ലൈഫിൽ നമ്മൾ പോയിട്ടില്ല. അങ്ങനെ ഒരു ഇത് കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യം. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും എനിക്ക് ഭാഗ്യം എൻ്റെ ഉപ്പാന്റെ പോലെ എന്നെ കാണുന്നത് എൻ്റെ ഇക്കയാണ്. ഞാൻ ഉപ്പാനെ പോലെ എപ്പോഴും കാണുന്നത് എൻ്റെ ഇക്കയാണ്, മൂത്തക്ക. അതുപോലെ എൻ്റെ പെങ്ങളും ഇവരൊക്കെ പറഞ്ഞാൽ അത്ര ജീവനാണ്. അതിൽ കൂടെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇപ്പോഴും ഞാൻ സന്തോഷമായിട്ട് അവരെ മക്കളും ഇവരും എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് വലിയൊരു ഇതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കോ ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്കോ എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലധരിച്ചിട്ട് അവർക്ക് ഫീലിങ്സോ ഇമോഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ തന്നെ അത് വിടും, നമുക്ക് പിന്നെ ചോദിക്കാം. ഇപ്പൊ ഇമോഷൻസ് എന്ന് പറഞ്ഞ സാധനമില്ല. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ലവ് ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പല കാര്യത്തിലും എൻ്റെ പേരൻസിനെ ആലോചിച്ചിട്ടാണ് ഞാൻ നല്ല രീതിക്ക് നല്ലൊരു ലൈഫ്, അല്ലെങ്കിൽ തെറ്റായിട്ട് എന്തെങ്കിലും എൻ്റെ ആരെങ്കിലും പറയണത് നിങ്ങളുടെ മോനെ അവിടെ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ട്, അങ്ങനെ പറയുമ്പോൾ എൻ്റെ പേരൻസ് ഉണ്ടാവുന്ന വിഷമം, അവർ വളർത്തിയ രീതി എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അവർക്ക് അങ്ങനെ ഒരു പേര് നല്ല മോൻ നല്ല മോൻ നല്ല മോൻ എന്ന് കേൾപ്പിക്കാന്നല്ലാതെ മോശമാണ് എന്ന് ഞാൻ കേൾപ്പിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ കേൾപ്പിച്ച് ആ ഒരു നല്ല പേര് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പയ്യന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തൊരു 30 വയസ്സായിക്കോട്ടെ, അല്ലെങ്കിൽ 90s ആയിക്കോട്ടെ, 2K ആയിക്കോട്ടെ, നല്ല പേര് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം. കാരണം എങ്ങനെങ്കിലും ഒരു ചീത്തപ്പേര് വരും. മനുഷ്യന്മാരാണ്, അവരുടെ സാഹചര്യം കാരണം ഇപ്പം പല അങ്ങനെ എനിക്ക് വന്നിട്ടാണ് ചെറുപ്പത്തിൽ നമ്മളും ഇങ്ങനെ പല രീതിയിൽ പോകുമ്പോൾ വേറെ രീതിയില്ല, എന്നാലും അതിൽ നമ്മൾ തെറ്റ് എന്തെങ്കിലും നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാരൻസ് നമ്മൾ ഓവറായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മാറി. ഞാനടക്കം ചിലപ്പോൾ അങ്ങനെ മാറിപ്പോയിണ്ടാവും. പക്ഷെ അവിടുന്ന് എൻ്റെ ഇക്ക എന്നെ വിളിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് അവിടെ നമ്മൾ അടിക്കാതെ കാര്യങ്ങൾ അങ്ങനെ രണ്ടിട്ടുണ്ടായപ്പോ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോഴും കടപ്പെടുന്നത് അങ്ങനത്തെ ഒരു ചാൻസ് എനിക്ക് ലൈഫിലേക്ക് പിന്നെയും തന്നു. എനിക്ക് ഒരു ചാൻസ്, ഒരു ഏട്ടൻ എന്നുള്ള സ്ഥിതിക്ക്, ഒരു ബ്രദർ എന്നുള്ള സ്ഥിതിക്ക് നിന്നെ അടിക്കാതെ കാര്യങ്ങൾ നല്ല രീതിക്ക് പറഞ്ഞു തന്ന് നല്ല രീതിക്ക് മനസ്സിലാക്കി അങ്ങനെ ചെയ്തത്. ആ തെറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഞാൻ ഒരു വലിയൊരു നമുക്ക്
എൻ്റെ ചെറുപ്പത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പോലെയാണ് നമുക്കൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സാധനം എന്നെ നല്ല രീതിയിൽ ഇതാക്കി ഇനി ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ എന്നെ മുന്നോട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും നമ്മളെ മനസ്സിൽ ആ ചെറിയ പ്രായത്തിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയുള്ളത് എനിക്ക് തന്നെയാണ്. അത് നമ്മളെ അയ്യോ, അത് നിസ്കാരം ഞാൻ അടിച്ചു. ആ, അത് എനിക്കും അതെന്റെ സത്യം പറഞ്ഞു അതെന്റെ കഴിഞ്ഞാല് അതെനിക്കും എന്റെ വീട്ടില് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പിന്നെ എന്റെ കുടുംബത്തില് ആ. ഏറ്റവും കൂടുതൽ അടി വാങ്ങിച്ചിട്ടുണ്ടാവും ഞാനായിരിക്കും. പക്ഷെ പക്ഷെ ആ ഈ അടി കിട്ടിയവരായിരിക്കും ആ. ഭാവിയില് ഫ്യൂച്ചറില് കുറച്ച് ഒതുങ്ങി പോവാ. അതും പിന്നെ ആ അങ്ങനെ ഞാൻ വീടിനൊരു കേട്ടിട്ടുണ്ട്. ഇതുണ്ടാവും. എനിക്ക് കറക്റ്റ്. പിന്നെ എൻ്റെ എനിക്ക് അതിൽ കിട്ടിയത് പിന്നെ അടി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ ഇക്കാനോടൊക്കെ മുന്നേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല. ഈ അടിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുറേ കഴിഞ്ഞാൽ എൻ്റെ ഇക്ക ആ സാധനങ്ങളൊക്കെ എനിക്ക് മേടിച്ച് തരിക. എന്താണ് ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധനമൊക്കെ ഈ അടി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും മേടിക്കുക, ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നിസ്കരിക്കാത്ത ടൈമാ ഇല്ലെങ്കിൽ പഠിക്കാത്ത ടൈം നേരം വൈകുന്നതാ അങ്ങനെയൊക്കെ എന്ന ടൈമിൽ നമുക്ക് അടി കിട്ടുക. അപ്പോൾ ഞാൻ കരയില്ലേ, ആ കരഞ്ഞൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇക്ക വന്ന് ചേർത്ത് പിടിച്ച് മോനെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഇന്ന സാധനം മേടിച്ച് തരണമെന്നും അതൊക്കെ എനിക്ക് ഒരു സത്യം പറഞ്ഞാൽ അത് ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങനെയല്ല. അതന്നെ. കാരണം അത് ഉപ്പുള്ള ടൈമില് നമുക്ക് ഉപ്പാനോടായിരിക്കും അങ്ങനെ ഒരു തോന്നൽ വരാം. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഇപ്പോഴും ഉള്ളത് തന്നെ ഉപ്പ എപ്പോഴും നമ്മളെ അത്ര നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളായിട്ട് അധികം സംസാരമോ അങ്ങനൊന്നും ഇല്ല. അത് വേറെ കാര്യം. അതിപ്പം നീ മാത്രല്ല, ഇപ്പം ഞാനും എൻ്റെ ഉപ്പാനോട് ചിലപ്പോൾ ഉപ്പ ആഗ്രഹിക്കുന്നുണ്ടാവും ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണം, എപ്പോൾ വിളിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു റെസ്പെക്ട്, നമ്മൾ വളർന്നു വന്ന രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പമാരെ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്ക് അവർ വരുമ്പോൾ റെസ്പെക്ട് എണീച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവരോടുള്ള ഒരു ഇത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഫ്രണ്ട്ലി ആണ്. പക്ഷെ എന്നാലും എന്നെ വളർത്തി വന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അത് നോർമൽ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വല്ലാണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വിളിക്കോ സംസാരിക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഫാമിലിയിലാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ ചില ടൈമിൽ ആഗ്രഹിക്കും ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ, ഉപ്പാനായിട്ട് കുറെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, വീട്ടുകാരായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ടൂർ പോകാറുണ്ട്. നമ്മളൊക്കെ പൈസ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാം. എല്ലാവരും പറയും പൈസ അല്ല വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്. പൈസ ഒരു ആണിന് വേണ്ടത്, ഒരു ആണിന് വേണ്ടത്. അന്ന് നമ്മ പണ്ട് കേട്ടിരുന്നത് പണത്തിനേക്കാൾ വലുത് സ്നേഹമാണ്, അതാണ്. പക്ഷെ പണം ഇപ്പത്തെ ഇപ്പൊന്നല്ല, പണ്ടും അങ്ങനെ തന്നെ. അതൊരു ജസ്റ്റ് ഒരു കോട്ട് മാത്രമാണ്. അതായത് പണമുള്ളവർക്ക് വേണ്ടത് സ്നേഹമാണ്. സ്നേഹമുള്ളവർക്ക് സ്നേഹം ഓട്ടോമാറ്റിക് സ്നേഹം, റെസ്പെക്ട്, എന്തും ബഹുമതി ഒക്കെ നമുക്ക് എന്താണ് ആവശ്യം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതില്ലാത്തതിന്റെ വിഷമോ അതിന്റെ കാര്യം. പണം എന്നുള്ളത് പണം വരുമ്പോ നമ്മള് വേറെ ലെവലാവും. പണം കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സ്ഥിതിക്ക് നമ്മൾ പോകും. അപ്പൊ അങ്ങനെ ഞാൻ ഉപ്പാന്റെ കാര്യം പറഞ്ഞാ ഇപ്പൊ ഞാന് ഞാൻ ചെറുപ്പം മുതലേ കളിക്കുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും ഉമ്മാക്ക് എന്നെ കളിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഉപ്പാക്ക് അങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, ദേഷ്യം പിടിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കാണുന്നത് എപ്പോഴും ചീത്ത പറയുന്നത് ഇതും. പക്ഷെ എല്ലാം കൊടുന്നു വരും. ഉപ്പാക്ക് പപ്പട പണിയായിരുന്നു പല പപ്പടത്തിന്റെ. അങ്ങനെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇല്ല പപ്പടമൊക്കെ എപ്പോഴും വീട്ടിൽ ഉണ്ടാവുമല്ലോ, കൊച്ചിയിലായിരുന്നു. അപ്പോൾ കൊണ്ടുവരും. അങ്ങനെ ഒരു മുഖം അങ്ങനെ ഒരാളിങ്ങനെ വരും, വന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക്. ഞാൻ ചെറുതല്ല, പിന്നെ വലുതായി ആയാലും ഉപ്പാനായിട്ട് അത്ര കമ്മ്യൂണിക്കേഷൻ തീരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരും, എപ്പോഴും അവിടെ ഇരിക്കും. അങ്ങനെ പേടി അത് തന്നെ. പക്ഷെ എല്ലാം വീട്ടില് എല്ലാം എൻ്റെ ഉപ്പയാണ്. ഉപ്പാനെ ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഉപ്പന്നെ ഉപ്പാടെ ഡ്രസ്സ് അടക്കം വാഷ് ചെയ്യണത് ഉപ്പന്നെ. ഞങ്ങളെ നേരെ ഞങ്ങളെ വീടിന് നേരെ മുന്നിലാണ് കാട്ടുമാട അമ്പലമുണ്ട്. അതിന് മുന്നേ നല്ല അമ്പലക്കുളമാണ്, വലിയ കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന നല്ല അമ്പലമാണ്. അവിടെ തന്നെ തൊട്ട ബാക്കിൽ മനയുണ്ട്, വലിയ മനയുണ്ട്. അപ്പോൾ ഈ അമ്പലക്കുളത്തിൽ പോയിട്ട് എല്ലാവരും കുളിക്കണതും കാര്യങ്ങളും എൻ്റെ ഉപ്പ അവിടെ പോയിട്ട് കുളിക്കുക, തിരുമ്പോൾ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു ലെവലിലേക്ക് കുറേ കണ്ടെത്തിയൊക്കെയാണ്. ഇപ്പം ഇല്ലാത്തതിൻ്റെ ഫീലിങ്, പനൊന്നുകൂടി കാണാൻ, പനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് കെട്ടി പിടിക്കണ, ഇപ്പാക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കാൻ, അതൊക്കെ നമ്മൾ ഇപ്പം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ എന്താ പറയുക, ഞാനിപ്പം ഇതില് പറയണല്ല,
ഇത് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെ സിറ്റുവേഷൻ കാരണം ഇപ്പൊ നമുക്ക് ഇപ്പം എക്സാമ്പിൾ നീ ഇപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ നിനക്ക് ആ ടൈമിലായിരിക്കും ഉള്ള ടൈമിൽ വേറെ കുറെ ആവശ്യങ്ങൾ കുറേ പല കടങ്ങളും, വീടുണ്ടാക്കുന്ന കടങ്ങള്, മറ്റേ ലോണ്, സ്വർണം വെച്ചത്, അത് ഇത് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അത് വരുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കില്ല, പ്രാരാബ്ദങ്ങളെ കുറിച്ച് ആലോചിക്കും. നമ്മൾ ആൺകുട്ടികളാണ്, പക്ഷെ ഈ പെൺകുട്ടികൾക്ക് ഈ ഒരു ചിന്ത വരൂല. അവർക്ക് കുടുംബത്തോട് അല്ലെങ്കിൽ അവർക്ക് നോർമൽ വീട്ടിൽ ഇരിക്കുന്ന കുറേ എനിക്കത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എനിക്ക് അന്ന ഡ്രസ്സ് വേണം, അങ്ങനത്തെ ചിന്തകളെ വരുള്ളൂ. പക്ഷെ നമ്മൾക്കാണ് ചിന്ത വരാം. കാരണം എക്സാമ്പിൾ കല്യാണം കഴിഞ്ഞാൽ പോലും പെണ്ണ് ചിന്തിക്കുന്നത് എന്താ, എനിക്ക് ഈ ഹസ്ബൻഡ് പോരാ, ഇതിനേക്കാൾ വലുത് വേണം. പക്ഷെ നമ്മള് ഈ ഇതായിക്കോട്ടെ, വേറെ ഏത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുന്നത് കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ ആ കുടുംബത്തില് അവര് ഫുഡ് കഴിച്ചോ, അവർക്ക് എന്തെങ്കിലും വേണോ, അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, ഡോക്ടറെ കാണിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഓരോ ആണുങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും. ഇതൊക്കെ ഇപ്പം എന്റെ ഉപ്പാണെങ്കിൽ പോലും ഞാനാണെങ്കിൽ പോലും ചിന്തിക്കുന്നത്, എന്റെ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യങ്ങൾ തീർക്കും, ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരിൽ എന്തെങ്കിലും കടബാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ലോണുകൾ അടക്കാനുണ്ടോ, അത് ക്ലിയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഫ്രീ ആവണം എന്നാ ചിന്തിക്കുന്നത്. അപ്പോൾ അത് നിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാവരും പ്രശ്നമാണ്. അല്ല, ആ സ്ഥലമല്ലേ നമ്മളിപ്പോ അനുഭവിക്കാണ്. അപ്പൊ ഞാനിപ്പോ ആ ടൈമിൽ എൻ്റെ ഉപ്പൊക്കെ എങ്ങനെയാണ് ഈ ഫാമിലി മൊത്തം കൊണ്ടടന്നിരുന്നതൊക്കെ ചിന്തിക്കുമ്പോ അല്ലേ അല്ലാതെ നമ്മൾക്കിപ്പോ ഇത്ര കുറച്ചും കൂടി ഇത് വന്ന് ക്യാഷും കാര്യങ്ങളും നല്ല ഇതും ജോലിയും എല്ലാം ഉണ്ടല്ലോ എല്ലാവർക്കും. ആ ടൈമില് ഇത് പറയുമ്പോ ചിലപ്പോ അത് എന്റെ ഉപ്പ കേൾക്കും, എന്റെ പാരന്റ്സ് ഒക്കെ കേൾക്കുമ്പോ അവര് വിചാരിക്കും ഇവനെന്തൊന്നും പറയാല്ല. ഞാനും എനിക്ക് ആലോചന ഉണ്ടായിട്ടുണ്ട്. എന്റെ ഉപ്പ 5 മക്കളെ നോക്കിയതാണ്. 5 മക്കളെ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആള് വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ കണ്ടിട്ടില്ലേ. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കും ആഗ്രഹമില്ലായിട്ടൊന്നുമില്ല, എല്ലാ മക്കൾക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവരുടെ സിറ്റുവേഷൻ കാരണം എല്ലാവർക്കും ദൈവം കോടിക്കണക്കിന് പൈസ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ ബിസിനസ് ഭയങ്കര സംഭവമായിട്ടോ പൈസ കാര്യങ്ങൾ കൊടുക്കണമെന്നില്ല. അങ്ങനെ നമ്മള് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മള് എല്ലാരും അല്ല കേട്ടോ, ചില ആൾക്കാർ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ ഫസ്റ്റ് പാരന്റ്സിനെ സേഫ് ആക്കാനാണ് നോക്കുള്ളൂ. അത് നോക്കി കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യുള്ളൂ. അപ്പൊ നീ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ചിലപ്പോ ഇത് കേൾക്കുമ്പോ അപ്പൊ നമ്മളിപ്പോ ആ സേഫ് ആക്കി കൊണ്ടിരിക്കുവാണ് നമ്മളിപ്പോഴും. പക്ഷെ നമ്മളും ആ ടൈമില് നമ്മളെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ജീവിതത്തിലെ ബോധം. പക്ഷെ നമ്മള് സന്തോഷാണ്, അവര് ഹാപ്പി. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഒരു കാര്യം, എന്റെ ഉപ്പയും ഇതേപോലെ ചിന്തിച്ചിട്ടുണ്ടാവാം. ഒരു 5 വർഷം ഞാൻ ഗൾഫിൽ പോയിട്ട് ജീവിക്കാം, അത് കഴിഞ്ഞിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവാൻ നടക്കില്ല. അതേപോലെ തന്നെ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന, നീ വിചാരിച്ചിട്ട് നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആവണം. നീ കഴിഞ്ഞ തവണ പോയപ്പോ കുറച്ച് പൈസ ആയിട്ട് പോയി ഒരു ബിസിനസ് എന്തൊക്കെയാ സ്റ്റാർട്ട് ചെയ്ത് അത് സെറ്റായ അതിന്റെ ഒരു ചെറുത്. പക്ഷെ അത് എന്തായി വേറെ രീതിയിൽ നമുക്ക് അതിന്റെ ചില കാര്യങ്ങൾ വന്നപ്പോ അതേ സ്പോട്ടിൽ നിർത്തേണ്ടി വന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് ആഗ്രഹങ്ങൾ തന്നെയാണ്. എന്റെ മെയിൻ ആഗ്രഹം അതായിരുന്നു, ഒരു നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആവണം, ഒരു ഫാസ്റ്റ് ബൗളർ. നാട്ടില് ഒരു കുഴപ്പമില്ലാതെ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തന്നെയായിരുന്നു. അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ അവിടെ ഇവിടെയൊക്കെ. പക്ഷെ നമ്മളെ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ അത് ലൈഫിൽ വേറെ കാര്യണ്ടാ. ഇപ്പം ആഗ്രഹിച്ചത് പടച്ചവൻ എല്ലാവർക്കും കൊടുക്കൂല, ദൈവം എല്ലാവർക്കും ആഗ്രഹിച്ചു കൊടുക്കൂല. അപ്പം നീ ആഗ്രഹിച്ചത് നിനക്ക് തന്നു, നീ ഫാസ്റ്റ് ക്രിക്കറ്റ് ബോളർ ആണെന്ന് വിചാരിച്ചു. ഇതേപോലെ എല്ലാരും ആഗ്രഹിക്കുന്നതും കൊടുത്തു കഴിഞ്ഞാല് എത്ര ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ടാവും. അപ്പൊ അത് ദൈവം കൊടുക്കുന്നത് കുറച്ച് പേർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷെ നമ്മക്കുള്ളതില് ഹാപ്പി. ഇപ്പൊ നിന്നോട് ഞാൻ ചോദിച്ചു, നീ ഹാപ്പിയാണോ? നീ ഹാപ്പിയാണ്. പക്ഷെ നിനക്ക് ചിലപ്പോ ക്രിക്കറ്റ് പ്ലെയർ എന്നുള്ള സംഭവം തന്നതിന് നീ ഹാപ്പി ആയിരിക്കില്ല. ചിലപ്പോ നിനക്ക് ഇതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവുക പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെന്നാ സിനിമയ്ക്ക് മാറിയത്, പല സിനിമയ്ക്ക് മാറിപ്പോയത്. അതും ക്രിക്കറ്റ് തന്നെ. നമ്മളെ CCL സിനിമ പ്രീമിയർ ലീഗ് എന്ന സിനിമയിൽ നമ്മ അഭിനയിച്ചു കഴിഞ്ഞാൽ 1-2 സിനിമ സിനിമ കേട്ടിട്ടുണ്ട്. നീ ഫസ്റ്റ് ഏതൊരു പടം അഭിനയിച്ച? ഞാന് ആദ്യത്തേല് കുറെ അഭിനയിച്ചു. അതിന്റെ ശരീരം മൊത്തം അഭിനയിച്ചിട്ടുണ്ട് പല ഭാഗത്ത്. അത് പറഞ്ഞാൽ ഒരു പടത്തിൽ കൈ ഉണ്ടാവും, കാലുണ്ടാവും. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരുപാട് പടത്തിൽ പോയിട്ടുണ്ട്.
അല്ല ഈ ഞാൻ ഒരു കാര്യം പിന്നെ ചോദിക്കട്ടെ? ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സിനിമനെ പറ്റിയിട്ട് എന്താണ് നിന്റെ അഭിപ്രായം? സിനിമന്റെ പിന്നാലെ കുറേ പയ്യന്മാർ പോകുന്നുണ്ട്, കുറേ പെൺപിള്ളേർ പോകുന്നുണ്ട്. ഉം. സിനിമയിൽ ഈ പോകുന്നതിന്റെ ഇപ്പൊ പിന്നാലെ കുറേ അവരുടെ ലൈഫ് മൊത്തം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അവര് പഠിക്കുന്നത് വിട്ടിട്ട്, അല്ലെങ്കിൽ അവര് പൈസ ഉണ്ടാക്കുന്നത് വിട്ടിട്ട്, ജോബ് വിട്ടിട്ടൊക്കെ ഇതിന് പിന്നാലെ പോകും. അതിന്റെ അഭിപ്രായം എന്താണ്? അത് പറഞ്ഞാൽ നമ്മളെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തായാലും മസ്റ്റായിട്ട് അവൻ്റെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ അവനക്ക് ഒരു കഴിവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഇതിൽ ഇപ്പോൾ ആണെങ്കിൽ മാക്സിമം രക്ഷപ്പെടാൻ പറ്റുമോ? ഇപ്പോൾ ഓരോരുത്തർ യൂട്യൂബ് അല്ലെങ്കിൽ വേറെ രീതിയിലും ഇങ്ങനെ മറ്റു പോവുകയാണെങ്കിൽ കുറേ പിന്നെ ഓരോരുത്തരുടെ ഇതാണ് നമുക്ക് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ട്. ചിലപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അത് നമ്മൾ തിരഞ്ഞെടുക്കണം. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അവസാനിപ്പിച്ചിട്ട് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വൺ ഡേ എന്തായാലും സക്സസ് ആവും. എന്നെ കൊണ്ട് പറഞ്ഞാൽ എനിക്ക് കുറേ മടി കുറേ ഉണ്ട്. മടി വേറെ പിന്നെ സിനിമയുടെ നമുക്ക് ഉള്ളിലിറങ്ങുമ്പോൾ സിനിമ നമുക്ക് കുറേയൊക്കെ മടുപ്പ് വരും. അത് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇവിടെ നിന്നിട്ട് സിനിമ പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇപ്പൊ നമ്മൾ ഷൂട്ട് എടുക്കുമ്പോൾ നമുക്ക് അവർ പറയും ആ ഒരു 30 സെക്കൻഡ് 20 സെക്കൻഡ് അടിപൊളിയാണ്, അപ്പൊ സുഖമാണെന്ന് വിചാരിക്കും. നമ്മളതിലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളും അറിയില്ല. അതേപോലെ സിനിമ പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സിനിമ കൊണ്ട് വരുമ്പോൾ ഇത് വലിയ സുഖമാണ്. പക്ഷെ അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കണത് അതിലെ യൂണിറ്റ്, അതിന്റെ മേക്കപ്പ് മാന്, അതിന്റെ വേറെ കുറേ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റൂ എങ്ങനെയാണ്, എത്ര നേരം ഇരിക്കണം. നമ്മൾക്ക് ഇവിടെയുള്ള ഡ്യൂട്ടികൾ പറഞ്ഞാൽ 12 മണിക്കൂറാണ് ഏറ്റവും കൂടിയ, എന്നല്ലെങ്കിൽ 8 മണിക്കൂർ. അവിടെ പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് പറഞ്ഞാൽ അടുത്ത കട്ട് വരെ ഓരോ പരിപാടി. ആ കട്ട് കഴിഞ്ഞാലും പിന്നാപ്പുറം വർക്ക് ചെയ്യണ ഒരുപാട് ഇതുണ്ട്. ഞാൻ അതിൽ നിന്ന് ചിലർ അതിൽ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്നത് എന്തിനാ? സിനിമയ്ക്ക് എത്താനുള്ളതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ യൂണിറ്റിൽ വർക്ക് ചെയ്യുക, ഇതിൽ വർക്ക് ചെയ്യുക, അങ്ങനെ ഓരോന്നിൽ. അതെന്തായാലും അവനക്കൊരു ലക്ഷ്യം എന്തായാലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പോവുകയാണെങ്കിൽ സക്സസ് ആവും. പിന്നെ മോശം പല ആൾക്കാരും പല രീതിയിലും പലതും പറയുന്നുണ്ട്. അത് നമ്മൾ തിരഞ്ഞെടുക്കണം. അതിൽ അത് അത്ര സിനിമന്റെ നല്ല പോർഷൻ ബാഡ് പെണ്ണുങ്ങളായാലും ആയിട്ടുള്ള പോർഷൻ. ബാഡ് ആയിട്ടുള്ള പോർഷൻ എന്താണ്? അത് മൊത്തം എനിക്ക് അങ്ങനെ എനിക്കൊരു ഞാൻ എൻ്റെ അഭിപ്രായത്തില് ഈ സിനിമയില് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്കും താല്പര്യമുള്ള ഒരു ഫീൽഡായിരുന്നു സിനിമ, ആക്ടിങ്, അതുപോലെ ഈ മോഡലിംഗ് എല്ലാം. ഇതിലെല്ലാത്തിലും 3 കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ക്യാഷ്, പണം, പൈസ. പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പൈസ ഇറക്കാനുണ്ടെങ്കിൽ എന്നെ നടനാക്കിയിട്ട് തന്നെ ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാവും. 2 അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് അത് കുറെ ഫീൽഡിലുണ്ട്. മോഡലിംഗ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പല രീതിയിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ്. 3-മത്തത് റെക്കമെൻഡേഷൻ. നമ്മളെ ഇന്നയാളെ പടാക്കണം. ചിലപ്പോൾ നല്ല അടിപൊളി നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും പാരന്റ്സ് ആരെങ്കിലും ഉണ്ട്, അവര് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയും ഇവനക്കൊരു ചാൻസ് കൊടുക്കണം കേട്ടോ, സൈഡായിട്ട് കൊടുത്താൽ മതി, അവന്റെ കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെട്ടു വന്നോട്ടെ എന്നുള്ളൊരു റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കഴിവ് തെളിയിക്കാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ. അതാ ഈ 3 കാര്യം, റെക്കമെൻഡേഷൻ, അഡ്ജസ്റ്റ്മെന്റ്, പിന്നെ 3 കാര്യം. പിന്നെ അത് ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷെ ഇത് മെയിൻ വലിയ ആൾക്ക് വലിയ ഇതിലേക്കല്ല. ഇത് പറഞ്ഞാൽ താഴത്തുള്ള കുറെ ആൾക്കാർ ഇതിന്റെ ബാക്കിൽ കളിച്ചിട്ട് ഉള്ള സംഭവങ്ങളാവും. അല്ലാണ്ട് അങ്ങനെ തന്നെ നോർമൽ ആയിട്ടുള്ള കുറെ ആൾക്കാർ നീ ഇപ്പൊ ഇതിന് പിന്നാലെ പോവാണെന്നുണ്ടെങ്കിൽ നിനക്ക് വരുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഒരു നടന്റെ മകനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മറ്റേ ഒരു ഞാൻ പറഞ്ഞല്ലോ ഈ റെക്കമെൻഡേഷൻ ഉള്ളൊരു ആളാണെന്ന് ഡയറക്റ്റ് പോവാം. ഒന്നും അല്ലാത്ത ഒരാൾക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇപ്പം കൂടുതൽ ആൾക്കാർ റെക്കമെൻഡേഷൻ ഉണ്ടാവും, ക്യാഷ് ഉള്ളവരുണ്ടാവും, പിന്നെ അഡ്ജസ്റ്റ്മെന്റ് അതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. കാരണം അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓരോരുത്തർ പറയണ. പിന്നെ അങ്ങനെ അവരാരും പറഞ്ഞ റിജക്ട് ചെയ്തിട്ട് പോവാണ്. വേറെ എന്തോ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ രീതിയിൽ പോകാൻ പറ്റും. റിജക്ട് ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അങ്ങനത്തെ കഴിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കേണ്ടി വരില്ല. കഴിവ് കണ്ടിട്ട് എടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഇതിൽ പോയത്. പിന്നെ ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ വന്ന് ഒരു ബാഡ് ഇത് വന്ന് വെച്ചിട്ട് സിനിമ മൊത്തം നമ്മള് വേടാന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു ഇതിൽ പോയിട്ട് അവിടെ സംസാരിക്കാണ്, നീ പൈസ എന്നാലും അഭിനയിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന്. നമ്മളെ കഴിവ് പോലും കാണാതെ നേരെ വന്നിട്ട് സിനിമ അഭിനയിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല് നീ പൈസ തരണോ ഇല്ലെങ്കിൽ ഇന്ന കാര്യം പറഞ്ഞാൽ നമ്മള് ഇതായി പോവും. പക്ഷെ അത്
ഞാനൊരു അഭിനയിക്കണോ എനിക്ക് ആഗ്രഹം ഉണ്ട്, എനിക്ക് കഴിവ്, എനിക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അടുത്ത ആളെ കാണിക്കണം, അടുത്ത ആളെ കാണണം. ഇവൻ പേടാണെങ്കിൽ അടുത്ത ആളെ കാണണം. എന്നിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലവരെന്താ അവിടെ പോയിട്ട് ആ ഒരു നെഗറ്റീവ് വെച്ചിട്ട് മൊത്തം സിനിമക്കാരെയും മൊത്തം ആൾക്കാരും കൂടിയിട്ട് അത് ബാഡാക്കും. അതാണ് ഈ സിനിമയിൽ മൊത്തം എല്ലാവരും ഈ പോണവര് എല്ലാത്തിനും പോകേണ്ട ആവശ്യമില്ലല്ലോ. അതത്രേ ഉള്ളൂ. കഴിവുള്ളവർ മാത്രം പോവാ. ഇനിയിപ്പം കഴിവുള്ളവരെ അവര് ചൂസ് ചെയ്യുന്നത് ചിലവരൊക്കെ പിന്നെ ചിലവര് ലക്കിയില് പോണ്, അത് തന്നെ ഭയങ്കര ലക്കിയിലുണ്ടാവും. ചിലരൊക്കെ നല്ല ലക്കിയിൽ രക്ഷപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. എത്ര ആർട്ടിസ്റ്റ് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് ചെറിയ റോളിൽ നിന്ന് രക്ഷപ്പെട്ടു പോണ എത്ര ആൾക്കാരുണ്ട്. ഞങ്ങളും കുറേ കാര്യം, പക്ഷെ ഇതുവരെ എനിക്കങ്ങനെ നമ്മൾ അങ്ങനത്തെ ബാഡായിട്ട് പൈസറേ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ട്. ഞാൻ ഫസ്റ്റ് വന്നിട്ട് എനിക്ക് പൈസറാണ് എനിക്ക് ഫസ്റ്റ് വന്നിട്ട്. പൈസന്റെ അത് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാണ്ടിരിക്കണോ, പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ മനസ്സങ്ങനെ അല്ലയോ. ഞാനാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ തോറ്റു പോയിട്ടുള്ളത് ആരെന്ത് പോലെ സിനിമ അല്ലേ, എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ തോറ്റു പോയിട്ടുള്ളത്. ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കും, ഞാനത് എന്തായാലും വിശ്വസിക്കും ചെയ്യും. അത് ഏത് ശത്രു ആയാലും ചിലപ്പോൾ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞിട്ട് എന്താ നമുക്ക് തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു വർക്കിൽ അഭിനയിച്ച് നല്ല റോള് കിട്ടി ഇതായി. അതിനുശേഷം എൻ്റെ പൈസ ചോദിച്ച് അത് നമ്മളെ ഉമ്മർഖാന്റെ പടത്തില് നമ്മളെ ഗിരീഷ് അതുപോലെ ഷെരീഫ് ഒരു അഡാറില് പറഞ്ഞ പടത്തില് അത് പറഞ്ഞ ഞാൻ ഒരു സീരിയൽ ഷൂട്ടിങ് നടക്കുന്നു, ഗൗരി പറഞ്ഞ സീരിയൽ ഷൂട്ട് സൂര്യ ടിവിയിൽ നടന്നിരുന്നു. അതിൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പോയിരുന്നു. അതിൽ അഭിനയിച്ചിട്ടുണ്ട് സീരിയല്. അതിനിടയിൽ ഞാൻ ആ ഷൂട്ട് പാക്കപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുന്ന ടൈമിലാണ് എൻ്റെ ആശാനുണ്ട് സുബ്രു തിരൂരുകാർ. സുബ്രേട്ടൻ അങ്ങനെ പറഞ്ഞത് നമ്മളെ ഷൂട്ട് കിടക്കുന്നുണ്ട്, നമ്മളെ പ്രൊഡക്ഷന് നമ്മളെ ഗിരീഷ് ഏട്ടനാ പറഞ്ഞു, ഗിരീഷ് കറുവന്തല ആളെ കോണ്ടാക്ട് ചെയ്യാനുണ്ട്. അവിടെ പോയി കോണ്ടാക്ട് ചെയ്ത് ആളായിട്ട് അവിടെ കുറച്ച് നേരം വർക്ക് ചെയ്ത്. അപ്പോൾ അതിലൊരു ജസ്റ്റ് ഒരു സീൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് അതിന് മുന്നേ വർക്ക് ചെയ്യാച്ചിട്ടായിരുന്നു. അതിന് നമുക്ക് ടൈമും കാര്യങ്ങളും കിട്ടിയില്ല. പടം കുറച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഇതായി അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. ഞാൻ തുടങ്ങിയതിലാണ് ഞാൻ പിന്നെ പോയി ജോയിൻ ചെയ്തത്. അപ്പം നല്ല ഒരു കുഴപ്പമില്ലാതെ മുഖം കാണുന്ന ഒരു 4-5 ഭാഷയിൽ കാണാനും പറ്റിയല്ലോ. അപ്പൊ അത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആണ് ഉമ്മർലുലുവിൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആള് പുതുമുഖങ്ങള് മാത്രല്ല, ആള് കഴിവുള്ള ഒരാളാണ്. അതായത് ആള് ചെയ്ത ആ ഒരു പടത്തിൽ നിന്ന് എത്ര പേര് രക്ഷപ്പെട്ടു. ഇപ്പൊ ഉമറുലുലുവിനെ പല അതിൽ അഭിനയിച്ച് രക്ഷപ്പെട്ടവര് എനിക്കറിയില്ല അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് ഇന്ന് ഒരു നല്ല സ്ക്രീനിൽ നല്ല ഫേസ് അറിയപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉമറുലുവിന്റെ ആ മാജിക് തന്നെയാണ്. അത് വേറെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം കുറെ ആൾക്കാര് നമ്മളിപ്പോ അങ്ങനെ ഒരു പടം കണ്ടക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പം ആളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം, ചിലപ്പോ മറ്റേ പല രീതിയിലുണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആളും കാരണം അങ്ങനെ കഴിവുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ആളെ കാരണം ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു ഫ്രെയിമിൽ പോലും കാണാത്ത ആൾക്കാരൊക്കെ ഇന്ന് വേറെ ലെവലിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ടും അത് ബാക്കിക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാര്. വന്ന വഴികളും മറന്നോ ഓക്കെ, പക്ഷെ നമ്മള് ഒരു റെസ്പെക്ട് ചെയ്യാതെ ജസ്റ്റ് ഒരുമാതിരി അത് മോശമാക്കി പറഞ്ഞു. നമുക്കറിയില്ല അവരെ ബാക്കിൽ അവരെന്താണ്, നമുക്കറിയില്ലല്ലോ. കഥകളെ ഞാൻ നടനാവട്ടെ, അപ്പൊ നോക്കാം നമുക്ക്. നീ ഒരു വലിയൊരു നടനാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ നല്ല പടത്തേക്ക് വിളിക്കുക. നല്ലൊരു ആക്ടറാണ്. നമ്മളെ അഭിനയിക്കാനും കുറെ ഇപ്പം കുറെ എന്താ പറയാ ഷോർട്ട് ഫിലിം, അതുപോലെ കുറെ ആൽബം, അതുപോലെ ചെറിയ ചെറിയ എന്താ പറയാ ഷോർട്ട് വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആഗ്രഹിക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരു പയ്യനാണ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാവത്തിനെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഓക്കെ, അടുത്തതായിട്ട് നിന്നോട് ചോദിക്കാനുള്ളത് പ്രണയത്തെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ കാലത്തെ പ്രണയം, മുന്നത്തെ കാലത്തെ പ്രണയം. എക്സാമ്പിൾ നിന്റെ പ്രണയം പറഞ്ഞോളൂ. നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പഴയ കാലം വന്നേരിക്കാവിലെ, ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ട്, വന്നേരിക്കാവിലെ. പ്രണയത്തെ കുറിച്ച് നിനക്ക് എന്താണ്? പ്രണയം കേൾക്കുമ്പോ തന്നെ വിഷമമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. വിഷമമൊന്നും ഇല്ല ഇപ്പോ. അതൊക്കെ എൻ്റെ പ്രണയം പറഞ്ഞാൽ ചെറുപ്പത്തിലുള്ളതാണ്.
ഞാൻ 7ാം ക്ലാസ് മുതൽ തുടങ്ങിയ അത് പറഞ്ഞാൽ ഒരു ഇന്നെപ്പോലുള്ളവരാണ് ആളെ അടിക്കേണ്ട ബസ്. ഏഴാം ക്ലാസ്സിൽ അത് പ്രേമാന്ന് അറിയില്ല. ഏഴാം ക്ലാസ്സിലൊക്കെ എന്തിനാ നീ പ്രണയിക്കുന്നത്? ഇഷ്ടമല്ല ഇങ്ങനെ ഏഴാം ക്ലാസ്സിൽ നിന്നും പ്രണയിക്കുന്നത്. ഇഷ്ടമായി എന്താണെന്നറിയില്ല. ഒരു ഇത് ഏഴിന്ന് കണ്ടതാണ്. അത് വേറെ സ്കൂളിൽ നിന്ന് നമ്മളെ സ്കൂളിലേക്ക് വന്നതാണ്. ഒരു ചുരുളമുടിയൊക്കെ ഇട്ടിട്ട് ചുരുളമുടിയൊക്കെ ആയി എന്നെക്കാട്ടി ഹൈറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ എന്നെക്കാട്ടി ഹൈറ്റ് കുറച്ചും കൂടി എന്നെക്കാട്ടി ഏജ് ഉള്ള പോലെ. ഞാനാണെങ്കിൽ ഞാൻ വിചാരിച്ച് ഞാൻ കാണാനൊക്കെ വേറെ ലെവലാണ് ഞാൻ സംഭവമാണ് ഞാൻ വിചാരിച്ചിട്ടിരിക്കണത്. ഞാനന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, ചെറുത് ഭയങ്കര ഒരു വട്ടം മുഖമൊക്കെ ആയിട്ട്. അപ്പൊ എനിക്ക് അതിനെന്തും കാണണം. പക്ഷെ നമ്മൾ സംസാരിക്കില്ല അങ്ങോട്ട്. അങ്ങനെ ആ കൊല്ലം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം എന്നും പിന്നാലെ നടക്കുക. നീയാണ് ഏറ്റവും ഭംഗിയുള്ളതിന് ഭയങ്കര സംഭവം, ഞാൻ റൗഡിയാണ് അങ്ങനെയൊക്കെ നമ്മ വിചാരിക്കും. ഞാൻ പറയട്ടെ, നീയാണ് മെയിൻ, നീയാണ് നടൻ, നിന്റെ സ്റ്റോറിയിൽ നീയാണ് നടൻ. പക്ഷെ ആ പെൺകുട്ടിന്റെ ലൈഫില് കുറെ പേര് പിന്നാലെ വരുന്ന ആൾക്കാർ നിന്നെ പോലെ. അതന്നെ. അപ്പൊ അവര് മൂന്നാളിങ്ങനെ നടക്കും. ഒരു 3 പേരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പിന്നാലെ അങ്ങോട്ട് നടക്കും. ഈ വെള്ളം കുടിക്കാൻ പോകും, അങ്ങോട്ട് എടുക്കാൻ പോകും, ക്ലാസ്സിന്റെ അവിടെ പോയി നിൽക്കും, ഇപ്പുറത്ത് നോക്കും. അങ്ങനെയൊക്കെ. പിന്നെ ഇത് 8ആയി 9ആയി 10ആയപ്പോൾ 10ന്ന് വേറെ ക്ലാസ്സിലാണ്. വേറെ ആദ്യം എൻ്റെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ 10ല് വേറെ ക്ലാസ്സിൽ പോയി. 10 B ക്ലാസ്സിൽ പോയി. ഞാൻ വേറെ ക്ലാസ്സിൽ പോയി. അപ്പോൾ ഇത് സ്കൂളിലത്തെ എല്ലാവർക്കും അറിയാം. ഇതുവരെയായിട്ടും അവളോട് ഞാൻ പറഞ്ഞില്ല, അവള് എന്നോട് പറഞ്ഞില്ല. ഈ പ്രേമാണെന്ന് അവൾക്കും അറിയാം. അവളെ കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. ഇനി എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ഇഷ്ടാണ് ഉണ്ടാവും. ലാസ്റ്റ് ഓട്ടോഗ്രാഫൊക്കെ വന്ന് പിന്നെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ ഏജിന്റെ ആണോ അറിയില്ല, എന്തിന്റെ ആണോ അറിയില്ല. ഔട്ട് ഓഫ് നല്ലൊരു അടിപൊളി അതിപ്പോ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഇങ്ങനായിരിക്കും. പ്രണയം നല്ലതല്ല. അതല്ല, പ്രണയിക്കുന്നത് പേരൻസിന് ഇഷ്ടമില്ല എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അത് എനിക്ക് പ്രേമ എന്താന്ന് അറിയില്ല. ഭയങ്കര ക്രഷ് ആയിരുന്നു. എന്ത് ക്രഷ് ഇപ്പഴാ വന്നത്. അന്ന് എന്ത് ക്രഷാന്ന് അറിയില്ല. എന്ന് ക്രഷ് ഇപ്പഴാ കേൾക്കണേ ഞാൻ. അപ്പൊ അവിടുന്ന് ഓളോട് ഇത് എനിക്ക് വേറെ ആരോടും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന്റെ പിന്നാലെ നടക്കുക, ഇതാക്കുക. അങ്ങനെ ഫ്രണ്ട്സുകളും അങ്ങോട്ട് ചോദിക്കും, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് അറിയും, ഇങ്ങനെ കാണണം അങ്ങനെയൊക്കെ. പക്ഷെ അവള് ഇല്ല. എന്നിട്ട് ഞാൻ ക്ലാസ്സിലാവും. അപ്പോൾ ഓള് ഡ്രില്ലിന് ഇങ്ങനെ, അല്ലെങ്കിൽ ഡ്രില്ലിന് പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ്സിക്ക് കേറുന്ന ടൈമിൽ ഒരു ലുക്ക് ഉണ്ടല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എനിക്കറിയാം ഓൾക്ക് ഇന്നെ ഇഷ്ടമാണെന്ന്. ഈ ഒരു നോട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ നേരം അത് കാരണം ഞാൻ ഓളെ പ്രേമിക്കുമ്പോൾ ഒറ്റ ലീവ് ഞാൻ എടുത്തിട്ടില്ല സ്കൂളിൽ. അതിന് എങ്ങനെയും പോകും ഞാൻ സ്കൂളിലേക്ക്. ലീവ് കിട്ടിട്ട് നീ ജയിച്ചു. അത് വേറെ കാര്യം. ആ ഒരു നോട്ടല്ല, ആ നോട്ടത്തിലാണ് നമ്മള് അന്നത്തെ ലവ് പറഞ്ഞാൽ നമ്മള് സ്കൂളിലായാലും എന്തായാലും വല്ല കെട്ടിപ്പിടി അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. പ്രേമം എന്ന് പറഞ്ഞാല് ഓള് അവിടുന്ന് നോക്കണ ലുക്ക് ഉണ്ടല്ലോ അത്. പിന്നെ നമ്മുടെ മൂത്ത ഏട്ടന്മാരൊക്കെ പ്രേമിക്കണൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ എന്താടി അതൊക്കെ ഈ ലവ് ലെറ്റർ ഇങ്ങനെ എനിക്കൊക്കെ തരും, അതൊന്ന് കൊണ്ടുകൊടുക്ക്. എന്നിട്ട് അത് എന്നിട്ട് വായിക്കണത്, ഇവര് വായിക്കണത്. ഒയ്യോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോക്ലേറ്റ് പ്രേമം എന്ന് പറഞ്ഞപ്പോ നമ്മള് കേട്ടപ്പോ അതൊക്കെ മൈൻഡിക്ക് അവര് കാണിച്ചു. സത്യം പറഞ്ഞാൽ നീ സംസാരിക്കുമ്പോ എനിക്ക് ആ ഒരു കാലത്തിലോട്ട് പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളും എനിക്കും വല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കും താല്പര്യം. ദൂരെ നിന്ന് കാണുമ്പോ അവരാ നോക്കുന്ന നോട്ടണ്ടല്ലോ, അതിൽ ചിലപ്പോ വീണ് പോകും. കാരണം നമ്മള് അവരോട് സംസാരിക്കണ്ട, ഒന്നും വേണ്ട, ദൂരെ നിന്ന് കണ്ടിട്ട് ആ ഒരൊറ്റ നോട്ടം മതി. ആ നോട്ടത്തില് നമ്മള് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും ഇല്ലാണ്ടായി പോകും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് സ്കൂളിലോട്ട് വരാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ഉച്ചക്ക് ബെല്ലടിക്കാനുള്ള ഒരു ടൈം. എൻ്റെ ISS പഠിക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കണം. കറക്റ്റ് ടൈമില് പള്ളിയിൽ പോണ, സ്കൂളിനുള്ളിൽ തന്നെ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ISS 2ആയിട്ട് ഭാഗം തിരിച്ചിട്ടുണ്ട്. ഒന്ന് UP സ്കൂള്, ഒന്ന് ഹയർ സെക്കൻഡറി. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് കുട്ടികൾ വരുള്ളൂ. UP സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ പള്ളിൻ്റെ ടൈം ആകുമ്പോൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ദൂരെ നിന്നിട്ട്
ഞാൻ മാത്രമൊന്നുമല്ല കേട്ടോ, കോളേജിലുള്ള എല്ലാവരും ഉണ്ട്. ഇനി കേൾക്കുമ്പോ ടീച്ചർമാർ വിചാരിക്കും ആടാ ഇവന് ഇതായിരുന്നു പണി. അല്ലല്ല, സ്കൂളിലുള്ള എല്ലാരും നോക്കും. പക്ഷെ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരവും കാര്യങ്ങളൊന്നുമില്ല, ദൂരെ നിന്നിട്ട് ഒരൊറ്റ നോട്ടം. ആ നോട്ടത്തിൽ ചില ആൾക്കാര് നമ്മളെങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടാവും, നമ്മളങ്ങോട്ടും വാച്ച് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു അവരിങ്ങനെ നടന്നു പോകുന്ന ആ ഒരു ടൈമിലുള്ള ഒരു നോട്ടം, അതന്നെ അത് ഭയങ്കര ഫീലാണ്. അത് ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 90s മാത്രമല്ലോ, ഇപ്പത്തെ കുട്ടികൾ ഇപ്പത്തെ ആൾക്കാർക്ക് മെസ്സേജ് അയച്ച് ലവ് ഉമ്മ, പിന്നെ കുറെ വോയിസ് മെസ്സേജ്, കുറെ വീഡിയോ കോൾ മെസ്സേജ്. അന്ന് ഇല്ലല്ലോ ഫോൺ ഉണ്ടായിരുന്നത്, ചെറിയൊരു ഫോൺ ഉണ്ടായിരുന്നില്ല. അത് ആരുടെ അത് നമുക്ക് വിളി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഫോണിനൊന്നും ഒരു എനിക്ക് ഓർമ്മ കുറെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ കിട്ടിയിട്ടുള്ളത്. ഏറ്റവും നമ്മൾ ഈ ഫോണാണ് മാറ്റി കഴിഞ്ഞാൽ കുറെ സമാധാനം വരും. പക്ഷെ ഇപ്പൊ മാറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ. നമുക്കൊരു സമയം കിട്ടി കഴിഞ്ഞാൽ ഫോണാണ്. മറ്റേ പണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ഫുള്ള് ഫ്രണ്ട്സുകളാണ്. ഞങ്ങൾ ഫ്രണ്ട്സുകളായിട്ട് കൂടുമ്പോൾ ആ പറമ്പിൽ മേനാത്ത പറമ്പുണ്ട്, അവിടെ എല്ലാവരും കൂടിയിട്ട് വർത്താനം പറയണം. ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കുറെ നേരം ഇരുന്നാണ്ട് സംസാരം. 10ാം ക്ലാസ്സിൽ നാട്ടിൽ പോയാലൊന്നും ഒരാളെ 10ാം ക്ലാസ്സിൽ 3 ഫ്രണ്ട്, സജാദ്, ഇർഷാദ്, പിന്നെ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരാണ് ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരെ മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറഞ്ഞാൽ എന്ന് ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് അനീഫ എന്ന് പറയും, ഇപ്പോൾ UK-ലാണ്. പിന്നെ അലിക്ക, കാരണം അതിൽ ഞങ്ങളെ കുറച്ച് വലുത് അലിക്കാണ്, അലിക്കാന്ന് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ 3 പറഞ്ഞ ഒരു കട്ട കമ്പനി. അതുപോലെ തന്നെ സുർജേട്ട, കുടുംബം അറിയും. 4 ആളാണ് ഞങ്ങൾ. എവിടെ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര. ഇപ്പോൾ അലിക്ക പറഞ്ഞാൽ ഇവിടെയാണ്, ഇപ്പോൾ ഷാർജയിലുണ്ട്. അനീഫ UK-ല്, സുർജേട്ട നാട്ടിലുണ്ട്. ആള് നാട് വിടവുള്ളൊരു കൃഷി, പിന്നെ കൃഷി ഫാമില് സുർജിയല്ലേ ആളെ പേര്, സുർജി എന്ന പേര്. പക്ഷെ കുടുന്ന വിളിക്കാൻ. അതിൽ എൻജോയ്മെന്റ് കണ്ടെത്തിണ്ടായി. ഫാമില് പശുക്കള്, മൃഗങ്ങള്, പിന്നെ അവരോടൊക്കെയുള്ള ഇഷ്ടം. അവരെ വിട്ടിട്ട് ഇനി ആൾക്ക് പോകാനേ പറ്റില്ല. കാരണം അതിനോടുള്ള ഒരു സ്നേഹം. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ മൃഗങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ, മനുഷ്യന്മാരെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നും, വിട്ടുപോകാൻ തോന്നില്ല. കാരണം പട്ടി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, അവര് തരുന്ന സ്നേഹം ഉണ്ടല്ലോ, അത് അവര് പാലും അതുപോലെ മറ്റേ ഇത് മാത്രല്ല തരുന്നത്, പാലും അപ്പിയും മാത്രല്ല തരുന്നത്, അവര് തരുന്ന ഒരു സ്നേഹമുണ്ട്. അത് ജെന്യൂൻ ആയിരിക്കും. ചിലപ്പം നമ്മൾ ചില ഫ്രസ്ട്രേഷനിലും അതുപോലെ ചില കാര്യങ്ങൾക്കൊക്കെ അവർ ചെയ്യുന്ന ഓരോ ഇതിന് അപ്പിട, കിട്ടിയ സ്ഥലത്ത് വന്നിട്ട് അപ്പിട. അപ്പം പൂച്ച ആയിക്കോട്ടെ, പട്ടിയായിക്കോട്ടെ, കിട്ടിയ സ്ഥലത്ത് വന്നിട്ട് അപ്പിട, മൂത്രയിക്കുക, അല്ലെങ്കിൽ കുരുത്തിക്കൽ കളിക്കുക, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ ഉപദ്രവിക്കും, അടിക്കുക, ഇതാക്കുക, അല്ലെങ്കിൽ അങ്ങനെ പലതും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും അവരുടെ സ്നേഹം ശരിക്ക് ഒരു 2 വയസ്സുള്ള കുട്ടികളെ പോലെയാണ്. എത്ര വലുതായി കഴിഞ്ഞാലും അവർ 2 വയസ്സിന്റെ ബുദ്ധിയാണ് അവർക്ക്. ആ ബുദ്ധിയിൽ 2 വയസ്സുള്ളൊരു കുട്ടി, അവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അവർക്ക് സ്നേഹിക്കാൻ അറിയുന്ന ഒരു പ്രായമായിരിക്കും. സ്നേഹം എന്താന്നുള്ളത് അവർക്ക് അറിയും. നമുക്കൊരു സങ്കടം വരുമ്പോൾ, ഫീലിങ്സ് വരുമ്പോൾ അവർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. അതേപോലെ ആയിരിക്കും ആ മൃഗങ്ങൾ. അവര് സ്നേഹം അത് എന്താ പറയാ, ഒരു പ്രതീക്ഷിക്കാതെ, എനിക്കൊന്നും വേണ്ട എന്ന് പ്രതീക്ഷിക്കാതെ തരുന്നതാണ്. അതുകൊണ്ടായിരിക്കും ഇയാള് എവിടെയും പോവാത്ത. ആളെവിടെയും ഇല്ല, ഇപ്പൊ നാട്ടിൽ തന്നെയാണ്. അപ്പൊ ആളെ കുടുന്ന വിളിക്കുക. ഈ കുടു എന്ന് പറഞ്ഞതിന് ഒരു കഥ ഉണ്ട്. കുടുന്ന് വിളിക്കാനുള്ള കാരണം, ആളെ ഞങ്ങൾ ചെറുപ്പത്തിൽ കൊള്ളുമ്പോ ആളെ അച്ഛനും ബുള്ളറ്റ് ഉണ്ട്. അന്ന് ആ ടൈമിൽ ആൾക്ക് 4-5 ബസ്സൊക്കെ ഉണ്ടാവും. അവരെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുള്ള അവരാണ്. നല്ല ഫാമിലി ആയിട്ട് 4-5 ബസ് കാര്യങ്ങൾ, ബസ്സിൽ കണ്ടക്ടറായിട്ടൊക്കെ പോയിരുന്നു. അപ്പൊ അതിനായിട്ട് താഴെയുള്ള ടൈമില് ചെറുപ്പത്തില് ഞങ്ങൾ കളിക്കുമ്പോ വാളം ബുള്ളറ്റിന്റെ സൗണ്ട് അവിടുന്ന് കേൾക്കും. ഈ സൗണ്ട് കേട്ടപ്പോ ഒരു അറ്റാട്ടാ നേരെ വീടിന്റെ മുമ്പായിട്ട് കളിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ സൗണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കുടുന്ന് വിളിക്കുക. പിന്നെ കുടുമാമ എന്ന അയാളെ പേര്, ഞങ്ങളിപ്പോ കുടുമാമ എന്ന് വിളിക്കുക. അപ്പൊ ആളിപ്പോ ചേട്ടാ കുടുമാമ അവിടെ ഉണ്ട്. അപ്പൊ ആള് നമ്മ എവിടെ ഇപ്പൊ നാട്ടിൽ പോവാണെങ്കിലും നമ്മ എയർപോർട്ടിൽ നിന്ന് അപ്പൊ വിളിച്ച് കേൾക്കുന്നുണ്ടാവും. ഞങ്ങൾ അത്ര പ്രിയപ്പെട്ടതാണ് നമ്മള് കുടുമാമ. നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ കാര്യം നമ്മളിപ്പോ നിൽക്കുന്ന പ്രവാസ ലോകത്ത് ഒരുപാട് അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് ഓരോരുത്തരും നിൽക്കണം. ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യണതായാലും
12-13 മണിക്കൂർ ഓരോരുത്തർ വർക്ക് ചെയ്യും. ഓരോരുത്തർക്കും ഓരോ ഇതിലാണ്, ഓരോരുത്തരുടെ പണിക്കും ഞാൻ അതിൻ്റെതായ എന്റെ അഭിപ്രായത്തില് നമുക്ക് വീട്ടിൽ പോയിരിക്കാം, പെണ്ണുങ്ങളെ അങ്ങോട്ട് വരട്ടെ, അതായത് പണിയെടുക്കട്ടെ. ഫസ്റ്റ് പെണ്ണുങ്ങളെ പണിക്ക് വിടണം. അതന്നെ അവർക്ക് ഈ മറ്റേ 12 മണിക്കൂറും 5 മണിക്കൂറും പല അവരിപ്പോ വീട്ടിലായാലും എത്ര മണിക്കൂർ കിച്ചണിൽ നിൽക്കും? കിച്ചണിൽ നമ്മള് നിക്കണത് പെൺകുട്ടികൾ കിച്ചണിൽ തന്നെ നിൽക്കുന്നില്ല. ഓക്കെ, അവരോട് പണിക്ക് പോകാൻ പറയാ. ഇന്നത്തെ കാലത്ത് ഒരു നിയമം മാറ്റണം. ആൺകുട്ടികള് വീട്ടില് കുട്ടികളെ നോക്കിക്കോളോ. പെൺകുട്ടികള് ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒരു 20 വയസ്സായി കഴിഞ്ഞാൽ അവർ പണിക്ക് പോയിക്കോട്ടെ, അവര് കുടുംബം നോക്കട്ടെ. ആണുങ്ങളെ മാത്രം നോക്കിയാ പോരാ, അവരെ ചെറിയ കുടുംബം മൊത്തം ഫാമിലി, ഉപ്പാനെയും ഉമ്മാനെയും എല്ലാ കാര്യങ്ങളും എല്ലാരെയും ആ പെൺകുട്ടികൾ നോക്കട്ടെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആണുങ്ങള് വീട്ടിലിരിക്കട്ടെ, അങ്ങനെ ഒരു നിയമം വരുത്തണം. വരും. ഇൻഷാ അല്ലാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ട് എന്നുള്ളത്. കാരണം 10, 12, 13 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഒരു കഫ്റ്റീരിയ ആയിക്കോട്ടെ, ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ, ഒരു അക്കൗണ്ടന്റ് ആയിക്കോട്ടെ, അവരെല്ലാരും നിന്ന് പണിയെടുത്തിട്ട് അവരുടെ സ്ട്രെസ്സും കാര്യങ്ങളും, ബോസിന്റെ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ആയിട്ടുണ്ടെന്നുള്ള കേസ് കാര്യങ്ങള്, ഇനിയിപ്പം അക്കൗണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അവന് കണക്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ള കേസ് കാര്യങ്ങള്, വിസ ക്യാൻസൽ ആക്കല്, ഇനിയിപ്പോ എന്തെങ്കിലും എതിർത്ത് സംസാരിച്ച് കഴിഞ്ഞാല് ബോസിന്റെ ചീത്ത വിളി, അത് വിളി, ഇതൊക്കെ കിട്ടിയിട്ട് ചീത്ത വിളിക്കണം. ഇതൊക്കെ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് കേൾക്കണം. അവര് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുള്ളൂ. ഇപ്പം ഒരു ഡ്രൈവർ ആണെങ്കിൽ അവര് രാവും പകലും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കണം. എല്ലാരും ഓരോ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. ഒരു ഡ്രൈവർ ആണെങ്കിൽ അവര് ചെയ്യുന്ന രാവിലെ 5 മണി മുതൽ രാത്രി 8 മണി വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലത്തേക്ക് അവര് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പൈസ അയക്കാൻ പറയുമ്പോ കടം വാങ്ങിച്ചിട്ട് വരെ അയച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും നമ്മള് മറ്റേ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ഇപ്പോഴും അനുഭവിക്കണ്ട പൈസ. അവര് വിചാരിക്കും നമ്മള് ഇത്ര അധികം പൈസ അയക്കുമ്പോ നമുക്ക് നല്ല പൈസ ഉണ്ടായി അതിന്. ഇനി ഇപ്പൊ മറ്റേ ഡ്രീം ഒക്കെ അവസാനിച്ച് ഇപ്പൊ ഇങ്ങനെയുള്ളതായിട്ട് ഞാൻ ഇപ്പൊ റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്ന മുതല് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കെടുക്കുന്നുണ്ട്. അത് സക്സസ് ആവും ഇൻഷാ അല്ലാഹ് വിചാരിക്കണേ. അത് സക്സസ് ആവാൻ നമ്മളെ ബാക്ക്ഗ്രൗണ്ടില് ഈ സാധനം വേണം. ഏത് സാധനം? അതാണ് ഇപ്പത്തെ ഏറ്റവും വലിയ പണം. അപ്പോ എന്താണ് നിന്റെ ഡ്രീം? എന്താണ് ഡ്രീം? ആസാദിന്റെ ആസാദിന്റെ വലിയൊരു ഡ്രീമാണ് ഒരു ചായക്കട. അതായത് UAE അബുദാബിയില് ഒരു നല്ലൊരു ലൊക്കേഷൻ, അല്ലെങ്കിൽ നോർമൽ ലൊക്കേഷൻ. അവന്റെ അത്യാവശ്യം കഴിവുണ്ട്, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ എല്ലാം ഉണ്ടായി. സ്വന്തമായിട്ട് ഒരു ചായക്കട തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ചായക്കട ആയിക്കോട്ടെ, ഒരു റെസ്റ്റോറന്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ അത് തുടങ്ങുക എന്നുള്ളതാണ് ആസാദിന്റെ വലിയൊരു ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അത് പടച്ചോൻ നിനക്ക് എത്തിച്ചു തരട്ടെ. എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. പടച്ചോൻ ഒരിക്കലും ഒരാളെയും കുറെ കാലത്തേക്ക് കഷ്ടപ്പെടുത്തില്ല. ഒരു ദിവസം നീ കഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പടച്ചോൻ അത് എന്താ പറയാ, ലൈഫില് പടച്ചോൻ ആഹിറത്തില് അല്ലെങ്കിൽ സ്വർഗത്തിലെങ്കിലും നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു. ഡോണ്ട് വെരി. ആഗ്രഹിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. നമ്മൾ എന്നും സ്വപ്നം കാണും. ആഗ്രഹിച്ചെല്ലാം നടക്കണമെന്നില്ല. ഞാൻ ആഗ്രഹിച്ചതില് ഒന്നും നടന്നിട്ടില്ല. എന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചത് നിനക്കറിയുന്നില്ല. ഞാൻ എപ്പോഴും ഹാപ്പി ആവാൻ ട്രൈ ചെയ്തു. പക്ഷെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടാവും. ആ സങ്കടങ്ങൾ വരുന്ന രീതി പല രീതിയായി. മറ്റുള്ളവരെ കാണിക്കരുത് നമ്മൾ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല ഇമോഷണലി കുറച്ച് നമുക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നോർമലി പക്ഷെ അവർക്ക് മനസ്സിലാവും നമ്മൾ വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഹാപ്പിയിലാണ്. നോർമലി ഇപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ഉള്ളിൽ എവിടേക്കോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളെ വീഡിയോയില് അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കണക്ട് ആവുമ്പോൾ അത് മറ്റുള്ളവരെ വിചാരം ഭയങ്കര സാഡാണ്. നമ്മൾ സാഡായിട്ടല്ല, പക്ഷെ ഉള്ളിൽ എന്തോ ഒരു സാഡ് ഉണ്ട്. ആ സാഡ് കാരണം നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അത് കണക്ട് ആയി പോകുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നമ്മൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? എന്നായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം നിനക്ക് എന്താണ് ഒരു എന്നെ പറ്റി? ഞാൻ പറയല്ലേ, ഇവിടെ UAE എനിക്ക് ലൈഫിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സമ്പാദ്യം ഉണ്ട്. ഒരുപാട് സമ്പാദ്യം ഉണ്ട്. കാരണം UAE എന്ത് സംഭവിച്ചു UAE വന്നിട്ട് നാട്ടിൽ വന്നിട്ട് എവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സമ്പാദ്യം പറഞ്ഞത് എനിക്ക് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പാണ്. ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പൊ UAE വന്നിട്ട് ഏറ്റവും കുറെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ പരിചയപ്പെട്ടാണ്. ഇവിടുന്ന് UAE ഏറ്റവും
ഒരു ട്രാക്ക് കിട്ടിയതാണ് ഷാഫി മംഗളം ഷാഫി മംഗളം കോമഡി ഉത്സവത്തിലെ ഫേമസ് ആണ്. അപ്പൊ ആള് ഒരു സിമ്പിൾ മനുഷ്യനാണ്, പക്ഷെ ആള് ഒരുപാട് കഴിവും കാര്യങ്ങളുള്ള ഒരു വലിയ സെലിബ്രിറ്റിയാണ്, പക്ഷെ ഒരു നോർമൽ. അതിൽ നിന്നാണ് നമ്മൾ അച്ചുക്കാരനുള്ള ഒരാളെ ഞാൻ പറഞ്ഞു. അത് കാരണം ഞങ്ങൾ അബുദാബിയിലെ ഞങ്ങളെ മുത്ത് അച്ചുക്കാനായിട്ട് ഇങ്ങനെ ടൈമിലാണ് ഒരു ടൈം നമ്മള് കേരള സോഴ്സ് സെന്റർ വെച്ചിട്ട് മീറ്റ് വീണ് ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പൊ എനിക്കാണ് ഈ ക്യാമറ കാണുമ്പോഴും ഇതൊക്കെ ഫോട്ടോ വീഡിയോസ് ഭയങ്കര ക്രേസ്. അങ്ങനെ അന്ന് പരിചയപ്പെട്ട് പിന്നെ ഒരട്ട നീയോ പിന്നെ നമ്മളെ ഷോപ്പില് എൻ്റെ 18 വന്ന് സംസാരിച്ച് അങ്ങനെ ഫ്രണ്ട്ഷിപ്പായി. കുറെ നല്ല വീഡിയോസും നല്ല ഇതൊക്കെ എടുത്ത് ഇങ്ങനെ പരിചയപ്പെട്ട് പിന്നെയാണ് ഇവിടെ നമ്മളെ മീഡിയയിലേക്ക് വന്നത്. അങ്ങനെ വന്ന് അതിൽ നിന്ന് നിന്നിട്ടുള്ള കൂടിയതിന് ശേഷമാണ് എനിക്ക് ഇനിയും സ്ക്രീനിൽ നല്ല വീഡിയോസ് ചെയ്യണം, നല്ല ആൾക്കാരായിട്ട് നമ്മളെ ഡ്രസ്സിങ് എങ്ങനെ ചെയ്യണോ, അങ്ങനെ കുറെ സംഭവങ്ങൾ പെരുമാറണം, ചില സ്ഥലത്ത് സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കാനും ഇതിനൊക്കെ നീ കൺട്രോൾ ചെയ്യുന്നത് നിന്നായിട്ട് നടന്നതിന്റെ ശേഷമാണ് നമ്മള് എങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു ഡ്രസ്സിങ് കാര്യങ്ങൾ ഡ്രസ്സിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ലൈഫ്. അതുപോലെ നമ്മളെ വൃത്തിക്ക് നമ്മളൊരാളോട് സംസാരിക്കുന്ന രീതി, എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കണ്ട, നമ്മളെ സീക്രട്ട് എന്ത് ഉള്ളിൽ വെക്കണം. ഞാൻ ഫുള്ള് ഓപ്പൺ ആയിരുന്നു. അപ്പോ ഞാൻ ഇപ്പോഴും എന്തെങ്കിലും സംസാരിക്കുമ്പോ അപ്പൊ നിന്നെ ഓർമ്മ വരും. ആ ഓർമ്മയിൽ നമ്മളിപ്പോഴും ഹൈഡ് ചെയ്ത് എന്ത് സംഭവമാണ് അവിടെ ഐഡിയ ഉള്ളതാണ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യും. പിന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നിനക്കൊരു പ്രശ്നം ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മൾ പരിചയപ്പെട്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്ന നീ ഭയങ്കര നിന്റാക്കില്ലെങ്കിൽ നീ മറ്റുള്ള ഫസ്റ്റ് നിന്റാക്കി എന്തുണ്ട്, നീ കാല് നിലത്ത് കുത്തിയിട്ടായിരിക്കണം മറ്റൊരാളെ സഹായിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ആ ഒരാളെ മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. നീ കാല് നിലത്ത് കുത്തി കഴിഞ്ഞാൽ നിനക്ക് 5, 10, 15 അങ്ങനെ ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ഈ ഒരാളെ സഹായിച്ചത് കൊണ്ട് നീ ചിലപ്പോൾ മൊത്തത്തിൽ ഡൗൺ ആവാം, നിനക്ക് ഒരാളെയും സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നീ പൊട്ടിപ്പോകും. അതുകൊണ്ട് നീ കറക്റ്റ് കാല് നിലത്ത് കുത്തിയിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എന്തായാലും അത് എപ്പോഴും ലൈഫിൽ മാറ്റാൻ പറ്റാത്ത സംഭവമാണ് സഹായം ശരിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം സഹായം എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു നല്ലൊരു കാര്യമില്ല. പക്ഷെ നമ്മളെ ശത്രു ആയാലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായെന്നുണ്ട് നമ്മളോട് ഒരു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് സഹായിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞത് നമ്മളെ കാല് നിലത്ത് കുത്തിയിട്ട് വേണം മറ്റൊരാളെ സഹായിക്കാൻ. ചിലപ്പോൾ നമുക്കും അത്യാവശ്യ ഘട്ടത്തിൽ സഹായം ആവശ്യം വന്നിട്ടുണ്ടാവും. പക്ഷെ അതും കാല് നിലത്ത് കുത്തിയവരോട് വേണം ചോദിക്കാൻ. നമുക്ക് മനസ്സിലാവണം ഒരാള് അവരുടെ സിറ്റുവേഷൻ എന്താണ്, അതിനനുസരിച്ച് വേണം നമ്മൾ ചോദിക്കാൻ. സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നമ്മളൊരു കടം ചോദിച്ചു കഴിഞ്ഞാൽ ആ കടം നമ്മൾ കറക്റ്റ് ആയിട്ട് തിരിച്ച് കൊടുക്കാൻ പറ്റണം. അതുപോലെ ഒരു കടം വാങ്ങിച്ചത് കൊണ്ട് നാളെ ഞാൻ നിന്റെ അടുത്ത് നിന്നൊരു 10 ദിർഹംസ് കടം വാങ്ങിച്ചതുകൊണ്ട് ഞാൻ നാളെ നിന്റെ ശത്രുവായി മാറി. കാരണം പൈസ എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ആ പൈസ കടം വാങ്ങിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ നിന്റെ 500 വാങ്ങിച്ച് നാളെ നീ എന്നോടത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ദിവസം എനിക്ക് തരാൻ പറ്റണം, തരാം നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദിവസം എനിക്ക് തരാൻ പറ്റണം. അല്ലാത്ത പക്ഷം ഞാൻ നാളെ നിന്റെ ശത്രുവാകും. ഞാൻ നിന്നെ കാണുമ്പോൾ മുങ്ങി നടക്കേണ്ടത്. അതിലാണ് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ തെറ്റുന്നത്. പടച്ചോൻ വിചാരിച്ചിട്ട് ആർക്കും കടം വാങ്ങാൻ ഒരു അവസരം ഉണ്ടാവല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കടത്തിൽ മുങ്ങിയ ഒരാൾ അല്ലെങ്കിൽ കടം വാങ്ങിച്ച ഒരാള് അവനത് തിരിച്ചു കൊടുക്കാൻ പറ്റണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആർക്കും ഒരാൾ കടം ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കുന്നുണ്ടെങ്കിലും മാക്സിമം ഞാൻ അറിയുന്ന ഒരാളാണ് കൊടുക്കാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഞാൻ വാങ്ങാറുണ്ട് കേട്ടോ. ഞാൻ കൊടുക്കുന്നത് മാത്രമല്ല, ഞാൻ വാങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കും. കാരണം എന്താ, ഞാൻ കാരണം നാളെ അവനായിട്ട് ഞാൻ തെറ്റാൻ പാടില്ല. ഇനിയിപ്പം ഞാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഒരു 100 ദിർഹംസ് 200 ദിർഹംസ് ഞാൻ അത് ചോദിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ ചോദിക്കില്ല. കാരണം ചോദിച്ചത് കൊണ്ട് അവൻ തെറ്റണ്ട. ഇനിയിപ്പോൾ അവൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവനോട് ഞാൻ ചോദിക്കില്ല എന്നുള്ള രീതിയിലാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഹായ്.